അപ്പൊ നമ്മുടെ അണ്ടലുക്കാവില് രാവിലെ തന്നെ ഉണ്ടാവുന്ന ഒരു തെയ്യാന്ന് സീതയും മക്കളും. മുമ്പ് 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയാണ് ഉത്സവം നടക്കുന്നത്. അതിൽ 4-ാം തീയതി മുതൽ പിന്നെയുള്ള 4 ദിവസങ്ങളിലാണ് കെട്ടിയാട്ടങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉത്സവം തുടങ്ങുന്ന മുതൽ ഉത്സവം കഴിയുന്നവരെ എല്ലാ വീടുകളിലും വ്രതമായിരിക്കും. നമ്മൾ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. വീടെല്ലാം ഫുൾ വൃത്തിയാക്കി പെയിൻ്റൊക്കെ അടിക്കും. അപ്പോൾ ഇന്ന് വീട്ടിൽ നല്ല അടിപൊളി സ്പെഷ്യൽ സാമ്പാറും അവിയലൊക്കെയായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ ക്ഷേത്രത്തിലോട്ട് പോകാൻ വിചാരിച്ചു. ക്ഷേത്രത്തിൽ രാവിലെ സീതയും മക്കളുണ്ടായിരുന്നു. പിന്നെ ഉച്ചയായി കഴിഞ്ഞാൽ ബാലി സുഗ്രീവ യുദ്ധമൊക്കെ ഉണ്ടാവും. അതുകൂടാണ്ട് നാക്കണ്ടൻ തെയ്യം, നാപ്പോതി, നാഗഭഗവതി, പിന്നെ അതുപോലെ തന്നെ വേട്ടക്കൊരു മകനും ബപ്പൂരനൊക്കെയാണ് ഉച്ചക്ക് ബാലി സുഗ്രീവ യുദ്ധം നടക്കുന്നതിൻ്റെ ഇടയിൽ ഉണ്ടാകുക. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബാലി സുഗ്രീവ യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മേലെ കയറിയുന്നതാണ് സുഗ്രീവൻ എന്ന് പറയുന്ന ദൈവം. ബാലിൻ്റെയും സുഗ്രീവൻ്റെയും രാമായണ കഥയിലുള്ള യുദ്ധവും കാര്യങ്ങളെല്ലാം ഇതിൽ മെയിനായിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ബപ്പൂരനും വരുന്നുണ്ട്. ബാലി സുഗ്രീവ യുദ്ധം കഴിഞ്ഞ് ഉച്ചക്ക് ബാലീനെ സുഗ്രീവൻ തോൽപ്പിച്ചതിന് ശേഷമായിരിക്കും ബാലി സുഗ്രീവ യുദ്ധവും കാര്യങ്ങളെല്ലാം അവസാനിക്കുന്നത്. അത് കഴിഞ്ഞ് രാത്രിയാണ് മെയിനായിട്ടുള്ള ദൈവങ്ങൾ ഉണ്ടാകുക. ദൈവത്താറ്, അംഗക്കാരനും ബപ്പൂരനും. ദൈവത്താറ് എന്ന് പറയുന്നത് ശ്രീരാമനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ അംഗക്കാരൻ എന്ന് പറയുന്നത് ലക്ഷ്മണനും ബപ്പൂര ഹനുമാനുമാണ്. രാത്രി ദൈവത്താറും അംഗക്കാരനും ബപ്പൂരിന്റെ ഒക്കെ കൂടെയാണ് മെയ്യാൽ എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടക്കുക. നാട്ടിലെ എല്ലാ ആൺകുട്ടികളും പുരുഷന്മാരും തോർത്തും മുണ്ട് കൊടുത്തിട്ടായിരിക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബാലിസുഗ്രീവ യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് കുറെ കമ്മലുകളും മാലകളെല്ലാം അയച്ചിട്ടുണ്ടായിരുന്നു. വെറും 50 രൂപയുള്ളൂ ഈ മാലകൾക്കെല്ലാം. എന്ത് രസമാണെന്ന് അറിയാം. അപ്പോൾ ഇന്നത്തെ എടുത്തോളം ഗൈസ് ഞാൻ ഈ ദൈവത്താറയും മെയ്യാലും കൂടുന്നതിൽ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ബൈ.